ഫ്രണ്ട്സ് വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് കുറച്ച് മൊഡാലിന്റെ കുർത്തീസ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ച് മൊഡാലിന്റെ പീസസ് ചെയ്തതുകൊണ്ട് പിന്നെ ഞാനിപ്പം ഈ കഫ്താൻ ദുപ്പട്ട എന്ന് പറയില്ല അതിനപ്പൊ അതുപോലെ ഞാനിപ്പോ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് കാണിച്ചിട്ടും ഇത് ഒരു മെറൂൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബർഗണ്ടി ടോണാണ് കേട്ടോ ഇത് വരുന്നത്. അതിന്റെ എൻഡിലോട്ട് ഇതേപോലെ ബോർഡർ ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടോ വെയർ ചെയ്യാനായിട്ട്. നമുക്കിപ്പം ഈ സമ്മറിൽ അങ്ങനെ ടൈറ്റ് ഫിറ്റിങ്ങോ ഒന്നുമില്ല, വിതൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് പാറ്റേൺ കാണിച്ചു എന്നേ ഉള്ളൂ. അടുത്തത് ഇതാ ഇതിന്റെ തന്നെ കളർ വരുന്നതാണ്. ഇതുപോലെ തന്നെ നല്ലൊരു കളർ ടോൺ ആണ് കേട്ടോ ഇത്. ഇതിന് നമുക്ക് പ്ലസ് സൈസ് ഇല്ല, ഞാനിപ്പോൾ ഷോപ്പിൽ ചെയ്തിട്ട് ജസ്റ്റ് കാണിച്ചതാണ്. ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ഇത് നമുക്ക് എക്സൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ്. ഇതുപോലെ ഉണ്ടാവും, വിത്തൗട്ട് ലൈനിങ് ആണ്. ഞാൻ എപ്പം പറയുന്ന പോലെ മൊഡാല് നമ്മൾ കെയർ ചെയ്യേണ്ടത്. വാഷ് ചെയ്താലോ ചുരുങ്ങുന്നതോ കളർ പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വേർത്ത് ഇട്ട് കഴിയുമ്പോൾ അപ്പൊ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ അത് പിന്നി പോകുന്ന പ്രോബ്ലം ഉണ്ട്. അത് ഈ റോസ് സിൽക്ക്, ടെസർ സിൽക്ക് അതൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അങ്ങനത്തെ പ്രോബ്ലം അതിലുണ്ട്. അപ്പൊ ടെസറൊക്കെ നിങ്ങൾ യൂസ് ചെയ്തവർക്ക് അറിയാം, ടൈറ്റ് ഫിറ്റ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ പിന്നുന്ന പ്രശ്നം ഉണ്ടാവില്ലേ. പിന്നെ സെക്കൻഡ് വന്നേക്കുന്നത് ഇതാണ് മൊഡാലിന്റെ ഈ ഒരു പാറ്റേൺ. നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ. അപ്പം ഇതിന്റെ എൻഡിലോട്ട്, സ്ലീവിന്റെ എൻഡിലോട്ട് ഇതേപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, വീറ്റ് കട്ടിങ്. ഇത് എൽബോ കട്ടിങ് ആണ് കേട്ടോ, എൽബോ സ്ലീവ് വരെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഇതാണ്. തേർഡ് വന്നിട്ട് ഞാനിപ്പം കുറച്ച് പീസസ് ഇവിടെ ഇരുന്നത് കാണിക്കുന്നേ ഉള്ളൂ. നല്ലൊരു യെല്ലോ കളർ ആട്ടോ. അതിന്റെ സ്ലീവ് വന്നിട്ട് ഇതേപോലെ എൽബോല് വന്നിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ യോക്കിലോട്ട് ചെറിയൊരു സ്ട്രൈപ്സിന്റെ ഡിസൈൻ നമ്മൾ യോ കട്ടിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമ്മറിൽ ഇപ്പം ഏറ്റവും കംഫർട്ടബിൾ ഇതൊക്കെയാണ്. പിന്നെ അതിന്റെ തന്നെ വേറെ ഇപ്പൊ കാണിച്ച യെല്ലോടെ തന്നെ ഏകദേശം പ്രിന്റ് വരുന്ന ഒരു ഗ്രീൻ ആണ്, നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. ഇതും ബോട്ടനൊക്കെ വന്നിട്ട് ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതിനും എൽബോ സ്ലീവ് വന്നിട്ട്, എൽബോ അല്ല കുറച്ചും കൂടെ സ്ലീവ് വന്നിട്ട് ഒരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇതിപ്പോ ലേറ്റസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇതുപോലെ നല്ലൊരു റെയർ കളറാണ് മൊഡാലിന്റെ തന്നെ. ഇതുപോലെ ഉണ്ടാവും, നല്ല പിങ്കും എല്ലാം മിക്സ് ആയിട്ടുള്ള പ്യുവർ ഒറിജിനൽ മൊഡാലിന്റെ പ്രിന്റ് വരുന്നതാണ് കേട്ടോ. ഇതുപോലെ ഇത് കോളറിലോട്ടാ ചെയ്തേക്കുന്ന, വി കോളറിലോട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് വേറെ ഇത് കാണിച്ചുതരാം. ഇത് വന്നിട്ട് നമ്മൾ ഇത് മുമ്പ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതാ ഇത് ഇതേപോലെ ഉണ്ടാവും. ഇതും നമ്മള് മൊഡാലിലൊക്കെ ഇങ്ങനത്തെ കളേഴ്സ് നമുക്ക് ഭയങ്കര റെയർ ആയിട്ടാണ് കിട്ടുന്നത്. ഇതും വലിയ ഡിസൈൻ മുകളിലൊരു യോ കട്ടിങ് കൊടുത്തിട്ട് ഇതുപോലെ താഴോട്ട് ഈ ഒരു ചെറിയ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് കണ്ടോ. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും, വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. നമ്മളിതൊക്കെ ഓൾമോസ്റ്റ് റെഡിയാക്കി ഇങ്ങനെ പീസാണ്. അപ്പം എക്സ്ട്രാ ലൈനിങ് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് വേഗം പറയണം, കാരണം അധികം മെറ്റീരിയൽ ഇല്ല. ഇതിന്റെ യോക്ക് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെറിയ നല്ല അടിപൊളി കളറാണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കളേഴ്സ് മൊഡാലിലൊന്നും വരാം, കളർ ഷെയ്ഡാണ് കേട്ടോ. ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ നമുക്ക്. ഇതുപോലെ നല്ല കണ്ടിട്ട് ക്ലോസ് ആയിട്ട് കാണിച്ചാൽ രണ്ട് പ്രിന്റിലുണ്ട്. കുറച്ചും കൂടെ വലിയ ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നതും ചെറുതുണ്ട്. അതിന്റെ യോക്കിൽ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നു താഴോട്ട്. അങ്ങനെ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബോട്ടനൊക്കെ വെച്ചിട്ട് ഒരു വി കട്ടിംഗ് ആണ് സിമ്പിൾ ആയിട്ട് ചെയ്തേക്കുന്നത്. മൊഡാൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കോസ്റ്റ് നല്ല ഉണ്ട്. ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത് കണ്ടോ, അടിപൊളിയാട്ടോ. ഇതുപോലെ ഈ ഒരു പ്രിന്റ് ഞാനിപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതും വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. നമ്മളെപ്പോഴും മൊഡാലൊക്കെ നല്ല കെയർ ചെയ്യണം, കാരണം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ ഈ റോസ് സിൽക്കും ടെസർ സിൽക്കൊക്കെ യൂസ് ചെയ്യണ പോലെ തന്നെ വേർത്തിട്ട് അങ്ങനെ തന്നെ ഇത് വെക്കരുത്. കുറച്ചൊന്നും വെയിലത്തിട്ടൊക്കെ ഇട്ടൊക്കെ ചെയ്യാവൂ, കാരണം പിന്നി പോണ ഇതുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഈ സ്ലിറ്റിന്റെ പോർഷനിൽ പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ ഇതുപോലെ വിത്തൗട്ട് ലൈനിങ് ആകുമ്പോൾ അത് ഡാമേജ് ആവും. ഇതേപോലെ ഉണ്ടാവും. വിത്തൗട്ട് ലൈനിങ് ആട്ടോ. നമുക്ക് വിത്ത് ലൈൻ ചെയ്യാനുള്ള ഫാബ്രിക് ഇല്ല, ഓൾമോസ്റ്റ് ഫിനിഷ് ആയതാണ് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന്. ഇതുപോലെ നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് വെച്ചിട്ട് ചെറിയൊരു കട്ടിങ് ഡിഫറൻസും കൂടി ഉണ്ട്. അതിൽ ചെറിയ പാച്ച് കൊടുത്തേക്കുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. അത് അത്രയും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആയിരുന്നു കേട്ടോ. മൊഡാൽ സിൽക്ക് വിത്തൗട്ട് ലൈനിങ് ആണ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ലിമിറ്റഡ് പീസസേ ഉള്ളൂ. ഞാൻ പിന്നെയും കിട്ടിയ കുറച്ച് പീസ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ. അത് ഇതേപോലെ വരും. ഇതിന്റെ യോക്കിലോട്ട് ചെറിയൊരു സ്ട്രൈപ്സ് വരുന്ന ഡിസൈനാണ്. യെല്ലോ ടു യെല്ലോ ആണ് കൊടുത്തേക്കുന്നത്. നല്ല അടിപൊളി കളറാണ് കേട്ടോ. കാരണം മൊഡാലിൽ എപ്പോഴും നമുക്ക് ബ്ലാക്കും മെറൂണാണ് കിട്ടുന്നത്. ഇതിപ്പം ഈ ഒരു നല്ല കളറാണ്. നമ്മൾ സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ ഒരു എൽബോ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബോട്ടനൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് 47 വരുന്നുണ്ട്. അടിപൊളി കളറാണ്. ഇനി ഈ ഒരു പാറ്റേൺ തന്നെ ഒന്നും കൂടെ ഉണ്ട്. ഇതാണ് നല്ല നല്ല ഡാർക്ക് കരിഞ്ഞ ഗ്രീൻ എന്ന് പറയില്ല, അതുപോലത്തെ ഗ്രീൻ ആണ്. കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടായിരിക്കും വീഡിയോ കാണുന്നത്. ഇതിന്റെ പാച്ച് കൊടുത്തേക്കുന്നത് ഈ ഒരു ഇതിന്റെ തന്നെ ചെറിയൊരു സ്ട്രൈപ്സ് വരുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ലെങ്ത് 47 ആണ് വരുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും റേറ്റ് വരുന്നത് 1990 പ്ലസ് ഷിപ്പിംഗ് ആണ്. പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ്. ഇതുപോലെ എൻഡിൽ എൽബോ കട്ടിങ് കൊടുത്തിട്ട് എൽബോ വരയ്ക്കും കട്ടിങ് കൊടുത്തിട്ട് ഇതേപോലെ ഉണ്ടാവും. ഇതിന് നേരത്തെ വേറെ ചെയ്ത കളർ ഇതേപോലെ കേട്ടോ. ഇതാണ് എപ്പോഴും നമ്മൾ മൊഡാല് വേറെ ചെയ്യുമ്പം വാഷിങ്ങിലോ ചുരുങ്ങോ കളർ പോകുമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വേറെ ചെയ്യുമ്പം എപ്പോഴും വേർപ്പ് ആയിട്ട് ഉടനെ മടക്കി വെക്കാതിരിക്കുക, പിന്നിപ്പോവും. എല്ലാം സിൽക്ക് എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ,
വി കോളർ പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മൊഡാലിന്റെ ഈ ഒരു ഫാബ്രിക് നല്ല കംഫർട്ടബിൾ ആയിട്ട്. ഇത് കുറച്ചും കൂടെ ഇതിന്റെ ഈ ഒരു സൈഡ് കണ്ടോ കുറച്ചും കൂടെ ഒരു കോട്ടൺ ഫിനിഷിംഗ് പോലെ വന്നേക്കുന്നതാണ്. കുറച്ചും കൂടെ തിക്നെസ് ഒക്കെ ഉള്ള ഒരു മോഡൽ കണ്ടോ ഇത്. അപ്പം ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് 2200 പ്ലസ് ഷിപ്പിംഗ് ആണ്. നേരത്തെ ഈ ഫസ്റ്റ് കാണിച്ച ഇതിന്റെ എല്ലാം 1990 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്.